ജൂൺ 8 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ മെഡാഡ്, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ ബ്രോൺ, വിശുദ്ധ കോഡുൽസ്, വിശുദ്ധ യൂസ്റ്റ ഡിയോള, വിശുദ്ധ ജിൽഡാഡ്. വിശുദ്ധ മറിയം ത്രേസ്യ 1876 1926 കാലഘട്ടത്തിലാണ് വിശുദ്ധ മറിയം ത്രേസ്യ ജീവിച്ചിരുന്നത്. കേരളത്തിൽ തൃശ്ശൂരിൽ പുത്തൻചിറ ഗ്രാമത്തിൽ 1876 ഏപ്രിൽ 26 തോമാന്ന എന്നിവരുടെ പുത്രിയായി മറിയം ത്രേസ്യ ജനിച്ചു. മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അന്ന ശ്രദ്ധിച്ചിരുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അതിയായ താല്പര്യം കാട്ടിയിരുന്നു. ചെറുപ്പത്തിലെ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രേസ്യയ്ക്ക് താൻ ഈശോയോട് കൂടെ കരയാനും സഹിക്കാനും ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തോന്നി. ഈശോയുടെ പീഡാനുഭവത്തിന്റെ കുറവ് തന്റെ ശരീരത്തിൽ തേക്കാൻ അവൾ സന്നദ്ധയായിരുന്നു. അതിനായി പലവിധ പ്രായച്ചിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്നു. 5-ാമത്തെ വയസ്സ് മുതൽ ത്രേസ്യ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി. അവൾ അമ്മയോട് പറയുമായിരുന്നു, നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കെങ്ങനെ കളിച്ചുല്ലസിക്കാനാകും? തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായി അവൾ കരുതുന്നത് തന്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമാണ്. പല പ്രാവശ്യം ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വേളകളിൽ പഞ്ചക്ഷതങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. 1912 നവംബർ 26 ത്രേസ്യ തന്റെ ദൈവവിളി വിവേചിച്ചറിയുന്നതിന് വേണ്ടി 2 മാസത്തേക്ക് ഒല്ലൂരുള്ള കർമ്മലീത്ത മഠത്തിൽ പ്രവേശിച്ചു. അക്കാലത്ത് വിശുദ്ധ എവുപ്രാസ്യ ആയിരുന്നു നവസന്യാസനാർത്ഥിനികളുടെ ഗുരുനാഥ. തന്റെ വിളി കർമ്മലീത്ത സഭയിലേക്കല്ലെന്ന് ത്രേസ്യ തിരിച്ചറിഞ്ഞു. അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിധേയത്തിലച്ഛന്റെയും മാർ മേനാചാരി പിതാവിന്റെ അനുവാദത്തോടെ പുതിയ സന്യാസിനി സഭയുടെ പ്രഥമ ഭവനം 1913 ജനുവരി 27 ആരംഭിച്ചു. 1914 മെയ് 14 അതൊരു മഠമാക്കി. അങ്ങനെ തിരുക്കുടുംബ സന്യാസിനി സഭ സ്ഥാപിതമായി. സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച ആ സന്യാസിനി 1926 ജൂൺ 8 ദിവംഗതയായി. ഈശോ മറിയം യൗസേപ്പെ, എന്റെ ഹൃദയവും ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നതായിരുന്നു അവളുടെ അന്തിമ വചസ്സുകൾ. 1994 ജൂൺ 28 മാർപ്പാപ്പയിൽ നിന്ന് ദൈവദാസിയുടെ വീരോചിതമായ സൽഗുണങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായി. 2000 ഏപ്രിൽ 9 മഹാജൂബിലി വർഷത്തിൽ മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2019 ഒക്ടോബർ 13 വിശുദ്ധ മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. വിശുദ്ധയായ മറിയം ത്രേസ്യയെ ലോകത്തുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.